السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മജ്‌ലിസായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ എല്ലാം അല്ലാഹു മാറ്റി സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. നമ്മുടെ മജ്‌ലിസിൽ പങ്കാളിയായ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരുടെ മുറാദും അല്ലാഹു ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഈ പോരിശയാക്കപ്പെട്ട മുഹറം മാസത്തിന്റെ ഈ പ്രഗൽഭമായ രാവിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ചൊല്ലുന്ന ഓരോ അദ്കാറുകളും ഖുർആനിന്റെ വചനങ്ങളും ഏറ്റവും പുണ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ബറക്കത്ത് ഉണ്ടാക്കുന്നതാണ്, ഒരുപാട് ഖൈർ നൽകുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൂറത്തുൽ മുൽക്കിന്റെ പാരായണമാണ്. ആ സൂറത്തുൽ മുൽക്ക് പാരായണം തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير
أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العظيم അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹു അല്ലാഹു കബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ഖൽബിൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയത്തിന്റെ ഹൃദയം. അതാണ് പരിശുദ്ധമായ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ജീവിതത്തിലെ എത്ര വലിയ പ്രയാസവും എത്ര വലിയ രോഗവും എത്ര വലിയ പൈശാചികമായ ശർറുകളും ഈ പരിശുദ്ധ വചനം കൊണ്ട് മാറും. സിഹർ വരെ മാറാൻ അതിന്റെ ചികിത്സകർ ഉസ്താദുമാർ ചൊല്ലി മന്ത്രിക്കുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന വചനമാണ്. മഹാനായ മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ ഖുത്ബിയത്തിന്റെ തുടക്കത്തിലും ഈ പരിശുദ്ധ വചനം കൊടുത്തിട്ടുണ്ട്. വലിയ സലാമത്തുണ്ടാകും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, പകർച്ചവ്യാധികൾ, മഴക്കാല സീസൺ രോഗങ്ങൾ, വൈറൽ പനികൾ അല്ലെങ്കിൽ വലിയ പകർച്ചവ്യാധികൾ, അതിൽ നിന്നെല്ലാം നമ്മുടെ ശരീരം സംരക്ഷണം ചെയ്ത് നിൽക്കാൻ, നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാൻ, ഹെൽത്തി ആയിട്ടിരിക്കാൻ, രോഗിയാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട പരിശുദ്ധ വചനമാണ് ഈ ഒരു ആയത്ത്. ഈ ഒരു ആയത്ത് 28 തവണ അൽഹംദുലില്ലാ നമുക്ക് ദിവസവും ഓതാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാൻ കഴിഞ്ഞാൽ അന്നത്തെ കാര്യം സലാമത്താണ്. കാരണം ഈ സലാമത്തിന്റെ ആയത്താണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് അത് പരിശുദ്ധമായ വചനം 28 തവണ പാരായണം ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം,
സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി സയ്യിദനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷമുണ്ടാക്കി കൊടുത്ത നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു മാപ്പാക്കും, നമ്മുടെ വിഷമങ്ങളെല്ലാം അല്ലാഹു പരിഹരിക്കും. അതിന് പറ്റിയ ദുആയാണ്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ചൊല്ലുക. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين يا رب العالمين. بارك الله تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ള ദുആ, നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ വേണ്ടപ്പെട്ടവർ എല്ലാവരും ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കാനും മക്കളൊക്കെ അനുസരണയുള്ള മക്കളാകാനും ഫാമിലിയിൽ ഭാര്യ ഭർത്താക്കൾ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാനും ചില്ലറ പിണക്കങ്ങളൊക്കെ മാറി വൈരാഗ്യങ്ങളൊക്കെ പോയി കുടുംബജീവിതം സന്തോഷമാകാനും മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ വലിയ റാഹത്തുണ്ടാകാനും പറ്റിയ പ്രഗത്ഭമായ ഖുർആൻ പറഞ്ഞ ദുആയാണ് ഇനി നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വേണം, ബറക്കത്ത് വേണം, ആ നിയ്യത്തിൽ എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. تقبل الله. آمين يا رب العالمين. ഇനി നമുക്ക് ഓതാനുള്ളത് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, സഹോദരന്മാർ, നമ്മുടെ ചെറുപ്പക്കാർ, അവർ ബന്ധപ്പെടുന്ന മേഖല മുഴുവനും കച്ചവടമായാലും മറ്റു സ്ഥാപനങ്ങളായാലും സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ അവർ ബന്ധപ്പെടുന്ന ഏതു മേഖലയും വിജയിച്ച് കിട്ടാൻ, പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുന്ന കച്ചവടങ്ങൾ, സംരംഭങ്ങൾ, പുതിയ ഇടപാടുകൾ, അതിലെല്ലാം ബറക്കത്തുണ്ടാകാൻ, ഭർത്താക്കന്മാരുടെ ജോലിയിൽ ഖൈറുണ്ടാകാനും നമ്മളുടെ വസ്വാസികളൊക്കെ മാറി അള്ളാഹുവിൻ്റെ വിശ്വാസം ഉറച്ചു കിട്ടാനും ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഖൈറ് കൊണ്ടുവന്ന് തരാൻ അള്ളാഹുവിൻ്റെ 7 ഔലിയാക്കൾ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ റാഹത്തായി വിളിച്ചു പറഞ്ഞ ദുആ സൂറത്തുൽ കഹ്ഫിലെ ദുആ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ദുആയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഓതാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി എൻ്റെ കൂടെ ഓതാ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഓതാനുള്ളത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും പ്രഗത്ഭമായ ഖുർആനിൻ്റെ ആയത്തുകളുടെ അധ്യക്ഷരാണെന്ന് പറഞ്ഞ
ഖുർആനിന്റെ ആയത്തുകളുടെ ഏറ്റവും അഫ്ളലായ ആയത്താണെന്ന് പറഞ്ഞ സയ്യിദു അൽ ഖുർആൻ. അതിൽ അള്ളാഹുവിൻ്റെ 2 ഇസ്മുകളുണ്ട്. മരിച്ചുപോയവരെ പോലും അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ ഹയാത്ത് കൊടുത്തിട്ടുള്ള മഹാന്മാരായ മഹത്തുക്കൾ, മരിച്ചുപോയവർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി പോലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ദുആ ചെയ്ത പരിശുദ്ധമായ വചനം. ഒരിക്കലും നടക്കില്ലാത്ത അത്ഭുതങ്ങൾ വരെ മഹാന്മാർ സിമ്പിളായിട്ട് നടത്തിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് ചൊല്ലിയിട്ടുള്ള ദുആ, അത് ഓതിയിട്ടുള്ള മജ്ലിസ് വല്ലാത്ത ഇജാബത്തുള്ള മജ്ലിസാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഗത്ഭമായ അള്ളാഹുവിൻ്റെ 2 നാമങ്ങളാണ്. ആ നാമങ്ങളാണ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ എൻ്റെ കൂടെ ചൊല്ല, കൽബ് കൊണ്ട്, നാവ് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. حسبي الله ونعم الوكيل، نعم المولى ونعم النصير. 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 أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم
أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ഓതാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നമുക്ക് പരിചയമുണ്ട് നമ്മുടെ കടങ്ങൾ ബാധ്യതകൾ വീട്ടപ്പെടാൻ, നമ്മുടെ വിഷമങ്ങൾ ഗമ്മുകൾ മാറാൻ ഏറ്റവും ബലവത്തായ എഫക്റ്റീവായ ദുആയാണ്. അത് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഓതുക. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക ബൈത്ത് അറിയാലോ, 40 കാഫുള്ള ബൈത്ത്. ആ ബൈത്ത് റാഹത്തായിട്ട് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് മഹാന്മാരായ സൂഫിയാക്കൾക്ക് മാത്രം കിട്ടുന്ന നിഅമത്താണ്. ആ നിഅമത്താണ് അല്ലാഹു നമുക്ക് തുറന്നു തന്നത്. എത്ര സ്തുതിച്ചാലും മതിയാകില്ല. അൽഹംദുലില്ലാ. അത് ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു വട്ടം ചൊല്ലാൻ ഭാഗ്യം കിട്ടിയാൽ തന്നെ വലിയ മഹാഭാഗ്യമാണ്. അതാണ് നമ്മൾ ഓതുന്നത്. തെറ്റുകൂടാതെ എൻ്റെ കൂടെ റാഹത്തായിട്ട് എല്ലാവരും ഓതുക. كفاك ربك كم يكفيك وكيفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك وكيفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك وكيفة
كف كافها ككمي إن كان منك لكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗത്ഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം, 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 യാദൽ الجلال والإكرام يا ذا 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 الجلال والإكرام. أستغفر الله العظيم إنه كان غفارا. 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 അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഈ പോരിശയാക്കപ്പെട്ട മുഹറമിന്റെ രാവിൽ നമുക്ക് ചൊല്ലാനുള്ളത് സ്വലാത്തുകളാണ്. ആ സ്വലാത്തുകളിൽ സ്വലാത്ത് എപ്പോഴും ശ്രേഷ്ഠതയുള്ളതാണ്. സ്വലാത്ത് ഏത് മഹത്വമുള്ളതാണ്. എന്നാൽ ഏറ്റവും മഹത്വത്തിൽ മുന്തി നിൽക്കുന്ന സ്വലാത്തുകളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മുറാദുകളൊക്കെ കൽബിൽ വെക്കാം, ഉദ്ദേശങ്ങളൊക്കെ വെക്കാം. റാഹത്തായിട്ട് നമുക്ക് സ്വലാത്തിൽ പങ്കെടുക്കാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولقى
والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على النور واهله 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 اللهم صل على النور واهله. تقبل الله آمين يا رب العالمين. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഒരു ഫാത്തിഹ ഓതണം. അത് നമ്മൾ ഖബറിൽ ചെന്നാൽ ഖബറിൽ സന്തോഷം ഉണ്ടാകണം. നമ്മുടെ വേണ്ടപ്പെട്ട ഖബറിൽ ആരൊക്കെയുണ്ടോ, ഒരുപാട് പേരുണ്ടല്ലോ, പേരെടുത്ത് പറയാൻ പറ്റൂല, നമ്മുടെ ഓരോരുത്തർക്കും ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഖബറിൽ സന്തോഷം ഉണ്ടാകണം. പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ വഫാത്തായി പോയ ഒട്ടനവധി, ഈ മുഹറം മാസത്തിൽ വഫാത്തായവരുണ്ട്, കഴിഞ്ഞു പോയ ഓരോ മുഹറമിലും വഫാത്തായി പോയ ഒട്ടനവധി സ്വാലിഹീങ്ങളുണ്ട്. അവരെയൊക്കെ കൽബിൽ നിയ്യത്ത് ചെയ്യുക, കൽബിൽ ചേർക്കുക. എന്നിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഒരു ഫാത്തിഹ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹീമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും പാടിയതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, പരിശുദ്ധമായി രാവിന്റെ ബറക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിലേക്കും നാളെ മഹ്ശറിലേക്കും നീ ഹിസാബിന് വേണ്ടി, ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കല്ലേ അല്ലാഹ്. പടച്ചോനെ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുമെന്ന് 1000 പ്രതീക്ഷയിൽ ഞങ്ങൾ കൈകൾ ഉയർത്തിയിരിക്കുകയാണ്. പടച്ചവനെ, ഹൈബായി ഞങ്ങളുടെ കരങ്ങളെ മടക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വിഷമങ്ങള്, പ്രയാസങ്ങള്, ഞങ്ങളുടെ രോഗങ്ങള്, നിങ്ങൾക്കുള്ള ശർറുകൾ, എല്ലാ ശുറൂറുകളും നീ തടഞ്ഞു വെക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ദീനിനു വേണ്ടി ഖിദ്മ ചെയ്യാൻ ഞങ്ങൾക്ക് ആഫിയത്ത് വേണമല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്ത് നിന്റെ സലാമത്തിലാക്കി നൽകണേ അല്ലാഹ്. അപകടങ്ങളും അപകട മരണങ്ങളും മാരകമായ രോഗങ്ങളും റബ്ബേ പടച്ചവനെ, മറ്റൊരാളോട് തുറന്നു പറയാൻ മടിയുള്ള രോഗങ്ങളൊന്നും ഞങ്ങൾ ആർക്കും തരല്ലേ അല്ലാഹ്. പടച്ചോരെ, ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാര്, ഉസ്താദുമാര് ഖബർ നീ ഈ പരിശുദ്ധ രാവിന്റെ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര് ഖബറിലാണ് റബ്ബേ. ഞങ്ങളുടെ മജ്‌ലിസിൽ ആദ്യകാലം പങ്കെടുത്ത പലരും, പലരുടെയും കുടുംബക്കാരൊക്കെ ഖബറിലാണ്. അല്ലാഹുവേ, ഖബറിന്റെ അഹ്വാലുകൾ ഞങ്ങൾക്കറിയൂല അല്ലാഹ്. നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്, റാഹത്താക്കി കൊടുക്കണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ മജ്‌ലിസിൽ 1000 മുറാദുകൾ കൊണ്ട് ഖൽബ് തുറന്ന് ആമീൻ പറയുന്നവരുണ്ട്. നീ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ വിഷമത്തിനും സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ മക്കള്, മാതാപിതാക്കള്, ഭാര്യ, സന്താനങ്ങൾ, ഞങ്ങളുടെ മുഹിബ്ബീങ്ങൾ, ഞങ്ങളുടെ മജ്‌ലിസിലുള്ളവർ പടച്ചവനെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, അഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ. പടച്ചോനെ, അല്ലാഹുവേ, അപകടത്തിലും അപകട മരണത്തിലും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ രാവിലെ മാസത്തില് നീ വിജയം കൊടുത്തവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മുഹറം 10 കഴിഞ്ഞതോടെ നന്മകളൊക്കെ നിർത്തിവെക്കുന്ന മജ്‌ലിസിൽ പങ്കെടുക്കാതെ അല്ലാഹുവേ, ഓതാതെ പാടാതെ പറയാതെ പോകുന്ന നഷ്ടക്കാരെ ഞങ്ങളാരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, ഫൗസ് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് വേദനകളോടെ കഴിയുന്ന ഫലസ്തീനിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട പലരും പല നാടുകളിലും, ഞങ്ങളുടെ വിശ്വാസികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഹിബീങ്ങൾ പല നിലക്കുമുള്ള വിഷമത്തിലാണ്. അത് മുഴുവനും പരിഹരിക്കണേ റബ്ബേ. രോഗം മാറാൻ, വീടില്ലാത്തവർ, കടങ്ങളുള്ളവർ, മക്കൾ നന്നാകാൻ പറഞ്ഞവർ, മക്കളുണ്ടാകാൻ പറഞ്ഞവർ, റബ്ബേ സുഖപ്രസവത്തിന് പറഞ്ഞവർ, പടച്ചവനെ കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞവർ, ജോലി കിട്ടാൻ വേണ്ടി പറഞ്ഞവർ, അല്ലാഹുവേ പഠിക്കുന്ന മക്കളുടെ കാര്യം പറഞ്ഞവർ, മക്കള് പറഞ്ഞവർ, അല്ലാഹുവേ എല്ലാം നീ ഹസുലാക്കണേ അല്ലാഹ്.
എല്ലാവരുടെ വിഷമവും നീ മാറ്റണേ റബ്ബേ. പടച്ചവനെ, അവസാനം ഈ സന്തോഷത്തോടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഞങ്ങൾക്ക്, ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന, ദിക്ർ ചൊല്ലുന്ന ഞങ്ങളുടെ നാവുകൾക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങൾ മരിക്കുന്നത് പോലെ നെറ്റി വിയർത്ത് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.